ഇത് എന്താ ഏട്ടാ? പാവയ്ക്ക. 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 കരയല്ലേ വാവേ? വാവയ്ക്ക് എന്താ വേണ്ടേ? വാവേ. ഗൗതം, കുഞ്ഞുണർന്നോ? കണ്ണടച്ച് കിടന്നാലും അമ്മ പറയുന്ന കഥകൾ കേൾക്കാൻ കാത് കൂർപ്പിച്ച് വെച്ചിരിക്കുകയാണ് വാവ. ആണോ മോളെ? അമ്മേ, ഇന്ന് ദൈവത്തിന്റെ കഥ പറയോ അമ്മേ? അത് ഇന്നലെയല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഇന്ന് രാജാവിന്റെ കഥ പറയമ്മേ. അത് മിനിങ്ങാന്ന് പറഞ്ഞില്ലേ അമ്മേ? ഇന്ന് രാക്ഷസന്റെ കഥ പറയൂ അമ്മേ. അയ്യോ, എനിക്ക് പേടിയോ. ഒരിക്കലും പേടിക്കരുത് ലക്ഷ്മി. എപ്പോഴും ധൈര്യം ഉണ്ടായിരിക്കണം. സമാധാനമുള്ളൊരു നാട്ടിൽ ദുഷ്ടനായ ഒരു രാക്ഷസൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അയ്യോ, സാവിത്രി ചേച്ചി! ലത, ഇത് പിടിക്ക്. ലത, എന്താ ഉണ്ടായേ? മനസ്സിലുള്ളത് വീട്ടില് പറയാൻ പറഞ്ഞില്ലേ? അവൻ നമ്മുടെ ജാതിയല്ലെന്ന് പറഞ്ഞ് നീ എങ്ങനെ അവനെ സ്നേഹിച്ചു ചോദിച്ച് എന്നെ അടിച്ചു ചേച്ചി. രാജുവിനെ കണ്ണിൽപ്പെട്ട അവനെ കൊന്നുകളയെന്ന് പറഞ്ഞു. ഇവരൊക്കെ മനുഷ്യരാണോ? നമ്മുടെ നാട്ടിൽ അങ്ങനെ ആരാ ഉള്ളത്? മോളെ, നിന്റെ അച്ഛനോട് ഞാൻ സംസാരിച്ചു നോക്കട്ടെ. നേരം വെളുത്ത എന്റെ കല്യാണം ചേച്ചി. ആരുമായിട്ടാ? കിണറ്റിൽ വീണ് മരിച്ചുപോയ ചന്ദ്രൻ അമ്മാവിന്റെ മകനുമായിട്ടാ. അയാള് വയസ്സനല്ലേ? നമ്മുടെ കൂട്ടരല്ലേ? കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിക്കുക ചേച്ചി. ചേച്ചിയുടെ ഭർത്താവിന്റെ അമ്മാവനുമായി ആലോചിച്ച് വരദരാജൻ മുതലാളി എടുത്ത തീരുമാനമാണിത് ചേച്ചി. അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് വരെ വെറുതെ ഇരിക്കില്ല. ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ ചേച്ചി? നാട് വിട്ടു പോകേണ്ടത് തന്നെ. നിക്ക് ലതേ, ഇത് വെച്ചോളൂ. ചേച്ചി വാങ്ങിക്കേ. നിന്റെ മുത്തശ്ശേരി വീട്ടിലേക്ക് പോ. രാജുവിനോട് ഞാൻ പറഞ്ഞോളാം. ഈ രാത്രിയില് ഞാൻ നാട് വിട്ടു പോണോ ചേച്ചി? അമാവാസിയല്ലേ, ആരുടെ കണ്ണിൽ നീ പെടില്ല. എവിടെയും നിൽക്കരുത്. നിന്നു പോയാൽ പിന്നെ രക്ഷപ്പെടാൻ കഴിയില്ല. ഞാൻ പറഞ്ഞത് ചെയ്താ നീ പ്രേമിച്ചവന്റെ കൂടെ നിനക്ക് ജീവിക്കാം. ഏയ്, എന്താ മോളെ ഇത്? വേഗം പോവാൻ നോക്ക്. ചെല്ല്, വേഗം ചെല്ല്. അമ്മ ഒരാൾക്ക് ധൈര്യം കൊടുക്കുന്നു. അതുകൊണ്ടാ ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത്. കഴിക്ക്. കഴിക്കമ്മേ, ഞാനല്ലേ തരുന്നത്.
എന്താ ജനു? എന്തിനാ നാട്ടുകൂട്ടം വിളിക്കുന്നേ? വേലായുധമാമന്റെ മോള് നാട് വിട്ട് ഓടിപ്പോയപ്പോ വരദരാജന്റെ ആൾക്കാർ അവളെ പിടിച്ചു. ഈ നാട്ടില് പെണ്ണായി ജനിക്കുന്നത് തന്നെ ഒരു ശാപോ ചേച്ചി. അനിയത്തിമാരെ നോക്കൂ ഗൗതം. അമ്മ, അപ്പൊ അമ്മയുടെ കൂടെ ആരും ഉണ്ടാവും അമ്മ? നീ വരണ്ട മോനെ, ഇവിടെ ഞാൻ ആരെങ്കിലും. നോക്കിക്കോളാം ചേച്ചി. ചേച്ചി പോയില്ലെങ്കിൽ അവളുടെ ജീവിതം തന്നെ നശിച്ചു പോകും. വാ മോനെ. എല്ലാരും വഴിമാറ്, വരദരാജൻ മുതലാളി വരുന്നു. ജീവനോടെ ഉണ്ടെങ്കിൽ എടുത്ത് വണ്ടി കയറ്റ. ചത്തുപോയെങ്കിൽ നമ്മുടെ വണ്ടി ഇടിച്ചിട്ടില്ലെന്ന് എഴുതി കൊടുക്ക. അമ്മോ ചേട്ടാ, വേലായുധന്റെ മോള ജീവനോടെ തന്നെ ഉണ്ട്. രാവിലെ കല്യാണം നടക്കുമെന്ന് അറിഞ്ഞിട്ട് രാത്രി തന്നെ ഓടിപ്പോവാൻ നോക്കിയതാ. എടാ വേലായുധ, മുതലാളി, വേറെ ആരുടെയെങ്കിലും കൂടെ നിന്റെ മോൾ ഓടിപ്പോയിരുന്നെങ്കിൽ നിന്റെ ജീവൻ മാത്രമല്ല നമ്മുടെ നാടിന്റെ അഭിമാനവും നഷ്ടപ്പെടുമായിരുന്നു. ഇപ്പൊ നഷ്ടപ്പെട്ടില്ലെന്നാണോ മുതലാളി പറയുന്നേ? ചേച്ചേ, വേലായുധന്റെ മോള് തീയാടാ. ഇനി ഒരു തെറ്റും ചെയ്യില്ല. രാമേന്ദ്രന്റെ കൂടെ പോയി കഴിയുമ്പോ ശരിയായിക്കോളൂ. അതൊരിക്കലും നടക്കില്ല. ഇരുപത്തിമൂന്ന് വയസ്സുള്ള ചെറിയ പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്ന വയസ്സന്റെ കൈ ഞാൻ ഒടിച്ചു കളയും. എന്താ ചേച്ചി ഇത്? നാട്ടുകടപ്പ് എന്താണെന്ന് അറിയില്ലേ? മുതലാളിയുടെ വാക്ക് എതിർത്ത് സംസാരിക്കുന്നു. സംരക്ഷിക്കേണ്ടത് ബഹുമാനമാണോ? 30 നിമിഷം പോലും നിൽക്കാൻ കഴിയാത്ത ആ വയസ്സൻ ഇന്നോ നാളെയോ ചത്തുപോയാൽ ആ പെൺകുട്ടി ആര് സംരക്ഷിക്കും? ആദ്യം ഇതിനൊരു തീരുമാനം ഉണ്ടാക്ക. ഞാനൊന്ന് പറയട്ടെ, നിങ്ങളുടെ ജാതി അല്ലെങ്കിലും നിങ്ങളുടെ മകളുടെ കണ്ണിൽ നിന്നും കണ്ണീര് വരുത്താത്ത ഒരു ചെറുക്കനെ വേണമോ? അതല്ലെങ്കിൽ അച്ഛന്റെ പ്രായമുള്ളൊരു വയസ്സിനെ വിവാഹം കഴിച്ച് ഇവൾ വിധവയാകണോ? മുതലാളിയുടെ വാക്ക് ധിക്കരിച്ച് ആ വലിയ മനുഷ്യൻ എന്റെ കൂടെ ജനിച്ച വ്യക്തിയല്ല. തെറ്റ് ശരിയാക്കാൻ ശ്രമിക്കുന്നവരെ തെറ്റുകാരാണെന്ന് പറയാതെ സാവിത്രി. അവിടെ ഇരിക്കുന്ന നിങ്ങളെയല്ല ഏട്ടാ, നിങ്ങൾ ഇരിക്കുന്ന കസേരയാണ് തെറ്റ് ചെയ്യുന്നത്. കാലം എത്ര മാറിയാലും
മനുഷ്യരെ ഇനിയും മാറാൻ സമ്മതിക്കാതെ സ്വേച്ഛാധിപത്യത്തോടെ എടുക്കുന്ന തീരുമാനത്തിനെയാണ് ഞാൻ എതിർക്കുന്നത്. മലയാളി സാവിത്രി പറയുന്നത് കേട്ടിട്ട് എന്റെ കണ്ണ് തുറന്നിരിക്കുക. ശ്രീരാമനും ശ്രീകൃഷ്ണനും വെവ്വേറെ ആൾക്കാരാ, എന്നാലും അവർക്ക് പ്രത്യേകം അമ്പലം കെട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോ അന്യജാതിയിലുള്ളവർക്ക് സ്നേഹിച്ചു പോകാൻ കഴിച്ചൂടെ? ഏയ് വേലായുധ, ഞങ്ങളുടെ തീരുമാനം എതിർത്ത നാട് വിട്ടു പോകേണ്ടി വരും. ആകെയുള്ളൊരു മോള ഭർത്താവിന്റെ വീട്ടിൽ പോയാ ഞാൻ എന്തായാലും തനിച്ചാവുമല്ലോ. വാ മോളെ, നമുക്ക് പോ. വരൂ മോനെ. ഈ സമൂഹം ഇങ്ങനെ മാറുന്നത് എനിക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ഉണ്ടായിരിക്കുന്നതിനാൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട്. ജനങ്ങൾ ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇത്രയും സമയമായിട്ടും അമ്മ ജോലിക്ക് പോയിട്ട് വന്നില്ലല്ലോ ഏട്ടാ. അമ്മ വരൂ അനിയത്തി, ആളുകൾ നിറഞ്ഞാലല്ലേ ഓട്ടോ എടുക്കത്തുള്ളൂ. അമ്മയെ കാണണം, എനിക്ക് അമ്മയെ കാണണം. പനി കൂടുന്ന പോലെ തോന്നുന്നേട്ടാ. കഷായം ചേർത്ത പാല് കൊടുക്കാം ലക്ഷ്മി. എന്നിട്ടും കുറവില്ലെങ്കിൽ നമുക്ക് വൈദ്യരെടുത്ത് കൊണ്ടുപോകാം. ശരി ഏട്ടാ. മോളെ എഴുന്നേൽക്ക്, പാല് കുടിക്ക്. ഇതിലൊഴിക്കാൻ വെള്ളം ചോദിച്ചാൽ ദൈവം ആകാശത്തുനിന്ന് വെള്ളം തരിക. ഇത് പിടിക്കും മോളെ, എന്നിട്ട് അനിയത്തിക്ക് കൊടുക്ക്. എന്ത് വേണം? അമ്മ ഇതുവരെ വന്നില്ലേ? നിങ്ങളുടെ അമ്മയ്ക്ക് കൊച്ചുങ്ങളെ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും കൊടുത്തത്. ഇപ്പൊ നിങ്ങൾക്ക് അമ്മ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാനാ? തെറ്റും ശരിയും തിരിച്ചറിയാത്ത മണ്ടന്മാരുടെ നാടാണ് ഇത്. രാത്രി ഇവിടുന്ന് പോയ അമ്മ ഇതുവരെ വന്നിട്ടില്ല അമ്മാവ. അവിടെ അമ്മയെ കുറിച്ച് അവരെന്തൊക്കെയോ കഥകൾ ഉണ്ടാക്കുക മോനെ. ഗൗതം, എന്തു പറ്റി പോലെ? മുള്ളുണ്ടോ? മുതലാളി, അമ്മ വന്നില്ല, മകനാ വന്നിരിക്കുന്നത്. എന്താടാ നിന്റെ കാലിൽ അറിയാതെ മുള്ളുകൊണ്ടപ്പോ നീ അമ്മയെന്ന് വിളിക്കുന്നത്? ഇന്നലെ മുതൽ നിന്റെ അമ്മയെ കാണാനില്ലെന്നറിഞ്ഞപ്പോ
നീ അയ്യോ എന്നല്ലേ വിളിക്കേണ്ടത്. എന്റെ അമ്മ എവിടെ? എടാ അടുത്ത നാട്ടിലെ ജോലിക്കെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത് ഓടിപ്പോടാ. അയ്യോ എനിക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ലേ. അയ്യോ ഇന്നലെ മുതൽ നിന്റെ അമ്മയെ കാണുന്നില്ലെന്ന് പറഞ്ഞപ്പോ നീ കല്ലെടുത്തെറിയുന്നോടാ. ഒരു മദ്യപാനിയെ കെട്ടി 5 കുട്ടികളെയും പ്രസവിച്ചിട്ട് നിന്റെ അമ്മ തെറ്റിയതില്ലെന്ന് പറയുന്നോടാ. നമ്മുടെ മുതലാളി ആയോണ്ട ഒന്നും പറയാത്തത്. വേറെ വല്ലവരും ആണെങ്കിൽ ഇപ്പൊ കൊന്നേനെ. നിന്റെ അമ്മ മാത്രമല്ലടാ, നാളെ നിന്റെ സഹോദരിമാരും ഇതുപോലെ ചെയ്താൽ ചെന്നവരെ പിടിച്ചു കെട്ടടാ. ശരി മുതലാളി. ഗൗതം, കടം പോലും വാങ്ങാത്ത എന്റെ അമ്മ കുറ്റം ചെയ്തു നിങ്ങൾ പറഞ്ഞാല് നിന്റെ നെഞ്ചിലിട്ട് കേറ്റി ജീവനെടുത്ത് കളയും ഞാൻ, കേട്ടോടാ. മോനെ ഗൗതം, വിട്ടേനെ മോനെ. ഒരുത്തനെ ഞാൻ വിടില്ല അമ്മാവ. തെറ്റ് ചെയ്തു എന്ന് തെളിയിക്കുമെങ്കിൽ ദേവിയുടെ മുമ്പിൽ വെച്ച് എന്ത് ശിക്ഷ ഞാൻ വാങ്ങിക്കാം. കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചാൻ പരുന്ത് വന്നാലും, എന്റെ അനിയത്തിമാരെ വേദനിപ്പിക്കാൻ ഇവിടത്തെ നാട്ടുകൂട്ടം വന്നാലും, അമ്മയുടെ ധൈര്യം കണ്ട് വളർന്നത് കൊണ്ട് അവരെ എതിർത്ത് ആയുധമായി നിൽക്കും ഞാൻ. ആരെങ്കിലും കുറ്റം ചോർത്ത് നാട് വിട്ട് പോകാൻ പറഞ്ഞാല് അവര് തിരിച്ച് വീട്ടിലേക്ക് പോകില്ല. സത്യം കിട്ടാത്ത ഈ നാട്ടുകൂട്ടത്തില് നീതി പ്രതീക്ഷിച്ചല്ലേ നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. എനിക്ക് ജീവൻ തന്ന എന്റെ അമ്മയുടെ മേൽ സത്യം ചെയ്ത് പറയുക, ഞാൻ ഉള്ളിടത്തോളം എന്റെ അനിയത്തിമാരെ ഒരുത്തനും കുറ്റം പറയില്ലെന്ന് ഞാൻ വാക്ക് തരുന്നു. ഇത് മുതലെടുത്ത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ, അവരുടെ ജീവൻ എടുക്കാൻ എപ്പോഴും തയ്യാറായി നിൽക്കൂ ഈ ചേട്ടൻ.
ആൺകുട്ടികൾ ഏത് സാഹചര്യത്തിലും വളർന്നോളും. പെൺകുട്ടികളുടെ ജീവിതം നന്നാവണമെങ്കിൽ ഒന്നുകിൽ അനാഥാശ്രമത്തിൽ കൊണ്ടു ചേർക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് ദത്ത് കൊടുക്കണം. വേണ്ട, എന്റെ അനിയത്തിമാരെ എന്റെ കൂടെ തന്നെ ഉണ്ടാകും. അമ്മയില്ലാത്ത കുട്ടികളാ നാടിന് ചീത്തപ്പേരുണ്ടാക്കിയ. ഞാൻ വളർത്തുന്നത് ശരിയല്ലെങ്കിലും ആരെങ്കിലും അവരെ നോക്കി പരിഹസിച്ചാലും എന്റെ അമ്മ തെറ്റ് ചെയ്തു എന്ന് ഞാൻ സമ്മതിച്ചിട്ട് ഞങ്ങള് തല കുനിച്ച് ഈ നാട് വിട്ട് പൊയ്ക്കോളാം. വാ അനിയത്തി, പോകാം. പോലീസുകാരനായി നിങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നല്ലോ. പോലീസുകാരനായതുകൊണ്ടാ നിങ്ങൾ കാണാത്ത നാലാമത്തെ സിംഹത്തെ ഞാൻ കണ്ടത്.